ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ആൻ ഇലുസ്ട്രേഷൻ ഓഫ് ചൈൽഡ് പാത്ത് ഈസ് ഗിവൻ ഇൻ ദ ഫിഗേഴ്സ്. എ ചൈൽഡ് ട്രാവൽസ് ഫ്രം പി ആൻഡ് റീച്ച് ആർ ത്രൂ ക്യൂ ഇൻ 18 സെക്കൻഡ്. അതായത് ഒരു കുട്ടി ട്രാവൽ ചെയ്ത പാതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ സ്പീഡ് ആൻഡ് വെലോസിറ്റി, അതായത് പ്രവേഗവും അതിൻ്റെ വേഗതയും കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കുക. എത്രയാണ് പി മുതൽ ക്യൂ വരെ ആ കുട്ടി സഞ്ചരിച്ച ദൂരം എത്ര? സ്പീഡ് ഇതിൻ്റെ വേഗത എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? വേഗത ഈക്വൽ ടു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ദൂരം ബൈ ടൈമാണ് സ്പീഡ്. അപ്പോൾ ഇവിടെ എത്രയാണ് ദൂരം? പി മുതൽ ക്യൂ വരെ, പിയിലൂടെ പോയിട്ട് ക്യൂയിലൂടെ പോയിട്ട് ആറിൽ എത്തിയിട്ടുണ്ട് അല്ലേ ആ കുട്ടി. അപ്പോൾ അതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40 മിനിറ്റ് പ്ലസ് 15 മിനിറ്റ് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 90 മിനിറ്റ് കിട്ടും അല്ലേ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എത്ര എടുത്തിട്ടുള്ളത്? അവിടെ 8 സെക്കൻഡ്. പി മുതൽ ക്യൂ വരെ 8 സെക്കൻഡും ദെൻ ക്യൂ മുതൽ ആറ് വരെ 10 സെക്കൻഡ്. അപ്പം 18 ഈക്വൽ ടു എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഇവിടുത്തെ വെലോസിറ്റി, അതായത് അതിൻ്റെ പ്രവേഗത എത്രയാണ്? അതിൻ്റെ പ്രവേഗം എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ ടൈം. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം എന്താണ്? നമ്മളെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ പി മുതൽ ക്യൂ ആറ് വരെയുള്ള അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതല്ലേ. അവിടെ എത്രയാണ്? 72 മിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 72 മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെലോസിറ്റി എങ്ങനെ കാണാം? വെലോസിറ്റി അതായത് പ്രവേഗം ഈക്വൽ ടു എത്ര? 72 ഡിവൈഡഡ് ടൈം എത്ര? ടൈം നമ്മൾ എടുത്ത് നേരത്തെ കണ്ട് 18 ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് മനസ്സിലായത്? എന്താണ് വെലോസിറ്റി? എന്താണ് പ്രവേഗം? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിലെ സ്ഥാനചലനമാണ് പ്രവേഗം അല്ലേ. ദെൻ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഒരു വെക്റ്റർ അളവാണ്. അതുപോലെ ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദ സെയിം. അതായത് പ്രവേഗത്തിൻ്റെയും സ്ഥാനചലനത്തിൻ്റെയും ദിശ ഒന്ന് തന്നെയായിരിക്കും. ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ പഠിച്ചു പ്രവേഗത്തിൻ്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ ഒരു വസ്തുവിൻ്റെ സ്ഥാനചലനം, അതായത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനചലനം അതിൻ്റെ പാതയെ ആശ്രയിക്കുന്നില്ല, പോകുന്ന ആ ഒരു പാതയെ ആശ്രയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് ടു കാൽക്കുലേറ്റ് വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണേ? ദ ടോട്ടൽ ടൈം ടേക്കൻ ടു കവർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് പ്രവേഗം കണക്കാക്കാൻ യഥാർത്ഥ അതിൻ്റെ ആക്ച്വലി ദൂരം പിന്നിടാൻ എടുക്കുന്ന ആകെ സമയം നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ ഒരു വസ്തുവിൻ്റെ സ്ഥാനചലനം അതിൻ്റെ പാതയെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വെലോസിറ്റി. അതായത് പ്രവേഗം 2 ടൈപ്പ് ഉണ്ട്. അതായത് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. അതായത് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സമപ്രവേഗം ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസമപ്രവേഗം. എന്താണ് അത് നമുക്ക് നോക്കാം അല്ലേ. ഈ ഒരു ചിത്രം നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ഫസ്റ്റത്തെ ചിത്രം ആ കാറ് പോണ ആ ഒരു പാത്ത് തമ്മിൽ എന്താ വ്യത്യാസം? അത് രണ്ടും തമ്മിൽ ഫസ്റ്റത്തേൽ അതിൻ്റെ ടൈം അല്ലേ, അതിൻ്റെ ടൈമും ഡിസ്റ്റൻസും എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ എന്താണ് 0 മുതൽ 10 വരെ 1 സെക്കൻഡ് അല്ലേ, 1 സെക്കൻഡാണ് ടൈം എടുത്തിട്ടുള്ളത്. ദെൻ
10 മീറ്റർ, അതായത് നെക്സ്റ്റ് ആ പാത്ത് നോക്കി അവിടുന്ന് 10 മീറ്റർ തൊട്ട് 20 മീറ്റർ വരെ 1 to 2 സെക്കൻഡ്, അവിടെയും 1 സെക്കൻഡ് ആണല്ലേ. ദെൻ വീണ്ടും 20 മുതൽ 30 വരെ എത്ര സെക്കൻഡ് എടുത്തു? 1 സെക്കൻഡ്, അവിടെയും 1 സെക്കൻഡ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 0 to 10 ഈക്വൽ ടു എത്ര ആയിട്ട് വരും? 0 to 10 10. അതേപോലെ 10 to 20 അവിടെയും 10. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് എത്രയായി വരുന്നത്? ടോട്ടൽ എല്ലായിടത്തുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണല്ലേ. അതേപോലെ ഫസ്റ്റത്തെ പിക്ചറിലെ ടൈം എത്രയാണ്? 0 to 1 സെക്കൻഡ് എത്രയാണ്? 1 സെക്കൻഡ്. ദെൻ 1 സെക്കൻഡ് ടു 2 സെക്കൻഡ് എത്രയാണ്? അതും 1 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ടൈമും ഒരേ അളവിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ നമുക്ക് കാണാം? അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ അവിടെ ടൈം വരുന്നത് 1 ഈക്വൽ ടു 10. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ഇപ്പോൾ എ മുതൽ ബി വരെ ആണെന്നുണ്ടെങ്കിൽ, ബി മുതൽ സി വരെ ആണെന്നുണ്ടെങ്കിലോ അവിടെ എത്രയാണ് വരുന്നത്? അവിടെയും സെയിം ആണ്, 10/1 ഈക്വൽ ടു 10 ആണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരേ സമയത്തുള്ള വെലോസിറ്റി സെയിം ആയിട്ട് പോവുകയാണെങ്കിൽ, ഒരേ ഡിറക്ഷൻ ആണെങ്കിൽ അതിന് യൂണിഫോം വെലോസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരേ സമയം അതിൻ്റെ വെലോസിറ്റി സെയിം ആയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ ഒരേ ഡിറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാം, അതായത് അത് സമപ്രവേഗത്തിലാണെന്ന് പറയാൻ പറ്റും. ദെൻ നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാലോ. എന്താ അതിൻ്റെ പാട് നമുക്ക് നോക്കിയാലോ. ആ കാറ് അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കി, 0 to ആദ്യത്തെ ഡിസ്റ്റൻസ് വരുന്നത് 0 to 10 മീറ്റർ. ദെൻ രണ്ടാമത് ഡിസ്റ്റൻസ് വരുന്നത് എവിടെയാണ്? 10 to 30 മീറ്റർ, ദെൻ 30 to 40 മീറ്റർ, ദെൻ 40 to 60 മീറ്റർ അല്ലേ. അവിടെ ഒക്കെ ടൈം മാറുന്നുണ്ടല്ലോ. നെക്സ്റ്റ് നോക്കി, അതിൻ്റെ ടൈം ഫസ്റ്റത്തിൽ 0 സെക്കൻഡ് to 1 സെക്കൻഡ്, അവിടെ 1 സെക്കൻഡ് നമുക്ക് കിട്ടും. ദെൻ രണ്ടാമത് എടുത്ത ടൈം നോക്കൂ, 1 സെക്കൻഡ് to 2 സെക്കൻഡ്, അവിടെ ടൈം ഓക്കെയാണ്. ദെൻ 2 സെക്കൻഡ് to 3 സെക്കൻഡ്, അവിടെയും 1 സെക്കൻഡ്, 3 സെക്കൻഡ്, അവിടെ 1 സെക്കൻഡ് എടുത്തു. ദെൻ 3 സെക്കൻഡ് to 4 സെക്കൻഡ്, അവിടെയും ടൈം 1 ആണല്ലേ. പക്ഷെ അവിടെ എന്താണ്, ഡിസ്റ്റൻസ് മാറുന്നുണ്ട് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇവിടുത്തെ വെലോസിറ്റി എന്തായാലും മാറും, കാരണം ഇവിടെ ഡിസ്റ്റൻസ് മാറുന്നുണ്ട് അല്ലേ. ടൈം മാറുന്നില്ലെങ്കിലും ഫസ്റ്റത്തെ വെലോസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ 0 to 10 ഓക്കെ അവിടുത്തെ ഇത് 10 ആണ് കിട്ടണമെന്നുണ്ടെങ്കിലും രണ്ടാമത്തെ വെലോസിറ്റി നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 to 30 ആണെന്നുണ്ടെങ്കിൽ 20. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 1 ആകുമ്പോൾ അവിടെ 20 ആണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് അല്ലേ. അപ്പോൾ അവിടെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ കേസിൽ വെലോസിറ്റി ഒക്കെ സെയിം ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നോൺ യൂണിഫോം വെലോസിറ്റി, അതായത് അസമ പ്രവേഗം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Uniform velocity and non-uniform velocity. What is uniform velocity? Uniform velocity is an object moving in the same direction is in uniform velocity if the magnitude of displacement is equal at equal intervals time. അതായത് എന്താണ്, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിന് അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ ഒരു വസ്തു നമുക്ക് സമപ്രവേഗത്തിലാണെന്ന് പറയാം, അതായത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ if speed and direction change, velocity will also change. അതായത് സ്പീഡും ഡിറക്ഷനും ചേഞ്ച് ആകുമ്പോൾ വെലോസിറ്റി ഓൾസോ ചേഞ്ച് ആവും. ഈവൻ ഇഫ് എനി വൺ ഓഫ് ദിസ് ചേഞ്ച് the velocity vary. If the velocity of an object changes, then it will be non-uniform velocity. അതായത് എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ?
അതായത് വേഗം, ദിശ, അതായത് സ്പീഡ് ആൻഡ് ഡിറക്ഷൻ എന്നിവ മാറിയാൽ അതിൻ്റെ എന്തും കൂടെ മാറും, വെലോസിറ്റി മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം വരാം. വസ്തുവിൻ്റെ പ്രവേഗത്തിന് മാറ്റം വന്നാൽ അത് എന്താണ്, അത് അസമ പ്രവേഗമായിരിക്കും, അതായത് നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. If the direction of motion of an object changes, the velocity of the object will also change. എന്താണ്, ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിയാൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയെന്ന് കരുതണോ? അപ്പോൾ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു അല്ലേ? ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്. ഡെൻസിറ്റിക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. അതേപോലെ ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണേ നമ്മൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഒരു ചിത്രത്തിലുള്ള കാണുന്നതാണ് ഹൈഡ്രോമീറ്റർ. അതായത് സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. അതുപോലെ ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ ഹൈഡ്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.